പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുകയാണ്. അവസാനവട്ട പ്രചാരണത്തിലേക്ക് ഓരോ മുന്നണികളും കടന്നിരിക്കുകയാണ്. വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കൊട്ടിക്കലാശം. ഈ അവസാന ദിവസ പ്രചാരണത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി പാലക്കാട് മേലാമുറി പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് അനിൽ നമ്പ്യാരും അരുൺ ആലത്തൂരും ചേരുകയാണ്. വീണ, വലിയ ജനസഭയ്ക്ക് തൊട്ട് പിന്നാലെ വലിയൊരു ആവേശം അവിടെ നമ്മുടെ ടീമിന് തന്നെ അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ്. വളരെ കൃത്യമായി നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അനിൽ നമ്പ്യാരും അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ഈ മണിക്കൂറിലെ അവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? വീണ, വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. അത് ഉറപ്പിച്ചു പറയാം. CPM ചിത്രത്തിലില്ല. ഡോക്ടർ P. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സരിൻ ഈ പാലക്കാട് വീണ്ടും തിരിച്ചു പിടിക്കാൻ ഇടതുമുന്നണിക്ക് ഒരു വലിയൊരു ആയുധമാണ് എന്ന രീതിയിലായിരുന്നു പ്രചരണം. പക്ഷേ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാത്തവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ അരുണ്? തീർച്ചയായും. അതായത് സരിൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷ് ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. NN കൃഷ്ണദാസ് പട്ടി പരാമർശമൊക്കെ നടത്തി മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും മറ്റൊക്കെ ചെയ്ത് സരിന് ഒരു പരോക്ഷമായിട്ടാണെങ്കിൽ ഒരു പണി കൊടുക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അമർഷമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നമുക്കറിയാം സരിൻ പാർട്ടി വിടുന്നു, BK ഷാനിബ് പാർട്ടി വിടുന്നു. അതിനുശേഷം നിരവധി ആളുകൾക്ക് അതൃപ്തിയുണ്ട്. DCCയുടെ കത്ത് പുറത്ത് വരുന്നു. അതെ, ആ DCC കത്തിൽ കൃത്യമായി തന്നെ ഈ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ VK ശ്രീകണ്ഠന്റെ ഭാര്യയായ K. തുളസി ആണെങ്കിലും DCC പ്രസിഡന്റ് തങ്കപ്പനാണെങ്കിലും ഇവരൊക്കെ രാഹുൽ വേണ്ട, പകരം K. മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് മതി എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അത് അവരിലൊക്കെ അതൃപ്തിയുണ്ട്. ഈ പ്രചാരണ പരിപാടികളിലും മറ്റുമൊക്കെ ഇവരെ ഒരുമിച്ച് നമുക്ക് കാണാനൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ വലിയ ഒരു അതൃപ്തി ഇപ്പോഴും ഉണ്ട്. ഈ മാത്രമല്ല രാഹുലിനെ കുറിച്ച് അവരുടെ ഉള്ളിൽ തന്നെയുള്ളൊരു അടക്കം പറച്ചിൽ, രാഹുൽ വളരെ അഹങ്കാരത്തോടെ പെരുമാറുന്നു, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, ഒരു കുട്ടി VD സതീശൻ എന്നുള്ള തരത്തിലുള്ള വിശേഷമാണ് എപ്പോഴും. അതെ, അത് ആളുകൾക്ക് ദഹിക്കുന്നില്ല. അതായത് ഈ രാഹുൽ എന്ന വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ആ പ്രായം കുറഞ്ഞ വ്യക്തി മുതിർന്ന ആളുകളോട് പോലും വളരെ പെരുമാറുന്ന രീതിയൊന്നും ഇവർ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് ദഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ ഡോക്ടർ സരിൻ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ, അണികളെ സംബന്ധിച്ചിടത്തോളം ചിഹ്നം എന്ന് പറയുന്ന ഒരു വലിയൊരു വികാരമാണ്. കാരണം ഒരിക്കലും അവരുടെ പാർട്ടി ഓഫീസോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നമോ നശിപ്പിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല. അത്രയും ഒരു ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഡോക്ടർ സരിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല, സ്വന്തം സ്ഥാനാർത്ഥിയാണ്, സ്റ്റെതസ്കോപ്പാണ്. സരിൻ ഒരു ഡോക്ടറാണ്. പക്ഷേ സ്റ്റെതസ്കോപ്പിനെ എത്രത്തോളം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുന്നുള്ളത് നമ്മൾ കണ്ടതാണ് പലപ്പോഴും. കാരണം സ്ഥാനാർത്ഥിയുടെ പേര് പോലും പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല. സരിനെ സലിം എന്ന് വിളിക്കുന്നവരുണ്ട്. ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പോളിംഗ് ബൂത്ത് ചെല്ലുന്ന സമയത്ത് EVMൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ അത് വളരെ വലിയ രീതിയിൽ ഉണ്ടാവുന്ന തോന്നുന്നു. മാത്രമല്ല ഈ സരിന്റെ ചിഹ്നവും പേരെല്ലാം കിടക്കുന്നത് 9-മോ 10-മോ അങ്ങനെ എന്തായിട്ടാണ് കിടക്കുന്നത്. അത് ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ്. അത് BJP പറയുന്നത് കൃത്യമായി തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചിഹ്നം പോലും കൊടുക്കാതെ സരിനെ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. കാരണം നമുക്കറിയാം, ആദ്യം കാണുന്ന പേരുകളിലേക്കായിരിക്കും ആളുകളുടെ പേരിൽ ആദ്യം പോവുക. ആദ്യം C. കൃഷ്ണകുമാർ, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് കഴിഞ്ഞാൽ 9-മോ 10-മോ ആയിട്ടാണ് ഈ സരിന്റെ ചിഹ്നവും പേരും കിടക്കുന്നത് എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ റോളില്ല എന്നുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വോട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു CPMന് ഓരോ കാലത്തും ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മാർക്കറ്റിന്റെ പരിസരത്തുള്ള വാർഡുകളിൽ, നഗരസഭയിലെ മിക്ക വാർഡുകളിൽ എടുത്തു കഴിഞ്ഞാൽ 100 വോട്ട് 50 വോട്ട് അത്രയ്ക്ക് CPMനുള്ള, ചിലയിടങ്ങളിൽ 20 വോട്ട് 30 വോട്ട് പോലുള്ള അത്രയും CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂടുതൽ ദുർബലമായി വരിക. ഇത്തവണ 20,000-ലും താഴെ വോട്ടുകളിലേക്ക് കുപ്പുകുത്തും എന്നുള്ളൊരു അനുമാനത്തിലായിരുന്നു CPM തന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, നോക്കൂ അരുൺ, ഇന്നലെ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ആ പ്രസംഗത്തിൽ ഒരു ആവേശവും ഉണ്ടായിരുന്നില്ല.
മാത്രമല്ല പാലക്കാടിൻ്റെ വികസനത്തിന് ഇടതുമുന്നണി സർക്കാരിന് വേണ്ടത്ര കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകാനും സാധിച്ചിട്ടില്ല. പലപ്പോഴും ഈ ശിലാഫലകങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴും പണി തുടങ്ങാത്ത, മാത്രമല്ല ഈ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയ അവസ്ഥ, അതും ജനസഭകളിൽ എല്ലാവരും അത് വളരെ സജീവമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്, അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാതെ ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു. ഡോക്ടർമാരില്ല, ചികിത്സാ സംവിധാനമില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ചോദിച്ചത് എപ്പോഴാണ് അവിടെ ഒരു പ്രസവം നടക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് കാര്യമായിട്ട് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടില്ല. BJP സംബന്ധിച്ചിടത്തോളം അല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പോലുള്ള കാര്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അതെ, മാത്രമല്ല അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. ആ നഗരത്തിനകത്ത് നടത്തുന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പദ്ധതി ഉൾപ്പെടെ അവർ കൃത്യമായി ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കൃഷ്ണകുമാർ വൈസ് ചെയർമാൻ ആയിരുന്നു അല്ലെ, നഗരസഭ വൈസ് ചെയർമാൻ ആയിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല അദ്ദേഹം നാട്ടുകാരനാണ്. പലരും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആക്സസിബിലിറ്റിയാണ്. കൃഷ്ണകുമാറിനെ എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകും എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതായത് പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ള രാഹുലിന് വേണ്ടിയിട്ട് പത്തനംതിട്ടയിലെ CPMന്റെ പേജിൽ തന്നെ ഒരു വീഡിയോ വരുന്നു. അങ്ങനെ മുൻകാലങ്ങളിൽ പാലക്കാട് പുറമേ നിന്ന് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളൊന്നും അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ആലത്തൂരൊക്കെ എടുക്കുകയാണെങ്കിൽ PK ബിജു മണ്ഡലത്തിൽ തന്നെ കാണാതെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രമ്യ സമാന സാഹചര്യമായിരുന്നു. അങ്ങനെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവർ അവൈലബിൾ ആവില്ല എന്നൊരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതായാലും ശ്രീകൃഷ്ണകുമാറിന് വലിയ ഗുണം ചെയ്യും ഈ കാര്യം എന്നുള്ളതിൽ തർക്കമില്ല. കാരണം നമ്മൾ ഈ ഓരോ ഭാഗത്തും ഇറങ്ങിയപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ ആളുകളുടെ റെസ്പോൺസ് അത്തരത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് ഏതായാലും നമ്മൾ നിൽക്കുമ്പോൾ ഈ കൊട്ടിക്കലാശം ദിവസവും വലിയ സജീവമായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വെലാമുറി മാർക്കറ്റ് അല്ലേ, വെലാമുറി മാർക്കറ്റ് വളരെ സജീവമാണ്. പുലർച്ചെ മുതൽ ഇവിടെ സജീവമാണ്. ഇവിടെ നിന്നാണ് BJPയുടെ കൊട്ടിക്കലാശം ആരംഭിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് ആരംഭിച്ച് നേരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുന്ന തരത്തിലാണ് BJPയുടെ കൊട്ടിക്കലാശം ഉള്ളത്. ഏതായാലും കൊട്ടിക്കലാശത്തിന് എല്ലാ മുന്നണികളും വലിയ രീതിയിലുള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ തന്നെ ആ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് പാലക്കാട് മുഴുവൻ കടന്നു വന്നു. കാരണം നമ്മുടെ ജനസഭ സംഘടിപ്പിച്ചപ്പോൾ കോട്ട മൈതാനിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ ഭാഗത്തും ഈ ഓരോ പാർട്ടിയുടെയും വിവിധങ്ങളായ പരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ആവേശമാണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആളുകളുടെ കുറച്ച് പ്രതികരണം കൂടെ ഈ ഒരു കൊട്ടിക്കലാശല്ലേ. ചേട്ടാ വന്നേ, വരൂ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നുണ്ട്. ഇന്ന് കൊട്ടിക്കലാശമാണ്. മറ്റന്നാളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത്. പൊതുവിൽ ആർക്കാണ് ഇവിടെ സാധ്യത കൂടുതൽ? സത്യമായിട്ട് പറയണം. സത്യമായിട്ട് കൃഷ്ണകുമാറിനെ മുൻകൂട്ടും മുൻതൂക്കം കൃഷ്ണകുമാറിനെ കാണണ്ടേ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവര് പിന്നെ ഒത്തുകളിക്കാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ തവണ വോട്ട് മറിച്ചു കൊടുത്തതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അല്ല, എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന് സാധ്യത എന്ന് പറയുന്നത്? അല്ല, ഇവിടെ പുതിയ ആൾക്കാരായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം ആള് ജനകീയനാണ്. അപ്പൊ ആ ഒരു സാധ്യതയുണ്ട്. നല്ല മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അരുണെ, കൃഷ്ണകുമാറിൻ്റെ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് കൃഷ്ണകുമാർ ജനകീയനായത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാക്ടർ അത് ശരിക്കും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഈ സാധനം വാങ്ങിപ്പോകുന്ന ഒരു പ്രതികരണം പറഞ്ഞിട്ട് പോയത്. എന്താണ് ഇവിടെ ആരും ജയിക്കും? രാഹുൽ മാങ്കൂട്ടം തന്നെ. രാഹുൽ മാങ്കൂട്ടത്ത് ജയിക്കും. എന്തുകൊണ്ട്? രാഹുൽ മാങ്കൂട്ടം ജയിക്കും. ഇപ്പോഴത്തെ ഭരണം അങ്ങനെയാണ്. അതല്ലേ ഭരണം അങ്ങനെ. അപ്പോൾ അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തില് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരാളല്ലേ? ആരായിക്കോട്ടെ, അതിപ്പം ആളെ നോക്കിയിട്ട് മാത്രമല്ല, ഇപ്പോഴത്തെ ഭരണം നോക്കിയിട്ടാണ്. ഇപ്പോഴത്തെ ഭരണം അല്ല, അപ്പോൾ ഈ പിന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ സജീവമാണോ? ആ പ്രതിപക്ഷം ലേശം മോശമാണ്. എന്നാലും ഭരണത്തിലേക്ക് അവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, യെസ്. അപ്പോൾ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അരുണെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്ക് വന്നേ ചേട്ടാ, മറ്റന്നാളല്ലേ വോട്ട് ചെയ്യേണ്ടത്? 23-ാം തീയതിക്ക്. 23അല്ല, 20-ാം തീയതി. 20-ാം തീയതി ആർക്കാണ് ഇവിടെ സാധ്യത? BJPക്ക്. എന്തുകൊണ്ട്? മുമ്പിലോട്ട് BJPയുടെ ആളാണ്.
അതുകൊണ്ട് വോട്ട് അത് BJP ക്ക് വോട്ട് ചെയ്യുന്നത്. പക്ഷേ സാധ്യത ആർക്കാ? ആദ്യം കൃഷ്ണമുരട്ടൻ. എന്തുകൊണ്ടാണ്? ഒന്ന് രണ്ട് കാരണങ്ങൾ. കൃഷ്ണമുരട്ടൻ മുനിസിപ്പാലിറ്റി അറിയപ്പെടുന്ന ആളാണ്, കൗൺസിലർ. അതുകൊണ്ട് ഭൂരിപക്ഷം അയാൾക്ക് ഉറപ്പാണ്. ഓക്കെ 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 വാ 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 വേണ്ട പറയുന്നില്ല. ഓക്കെ മടിക്കുന്നവരുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ച് മീശ പിരിച്ച് നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. വോട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ 3 പേരും നല്ല മത്സരമാണ്. ഇപ്പോൾ കുറേ ഈ സരൻ ഉണ്ടല്ലോ, ഇപ്പോൾ കുറേ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ നാട്ടിൻ പ്രദേശം മറ്റെല്ലാം നോക്കുകയാണെങ്കിൽ സരൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരല്ലേ? അപ്പോൾ ആ ഇടതുമുന്നണി സർക്കാരിന്റെ പ്രവർത്തനം കൂടെ വിലയിരുത്തില്ലേ? അപ്പോൾ നല്ല രീതിയിലാണോ സർക്കാർ മുന്നോട്ട് പോകുന്നത്? സർക്കാർ ഇപ്പോൾ എന്താ കുഴപ്പം? കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ പിന്നെ സാമ്പത്തികപരമായിട്ട് ഞെരുക്കുകയല്ലേ, ഞെരുക്കി കൊല്ലുകയല്ലേ. ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ വയനാട് വലിയ ഒരു ദുരിതം നടന്നപ്പോൾ വയനാട്ടിലെ സംസ്ഥാന സർക്കാർ എത്ര കൊടുത്തു എന്നറിയാമോ? സംസ്ഥാന സർക്കാർ വയനാട്ടിൽ എത്ര കൊടുത്തു, കേന്ദ്ര സർക്കാർ എത്ര കൊടുത്തു എന്നറിയാമോ? കേന്ദ്ര സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? കൊടുത്തിട്ടില്ലല്ലോ. കേന്ദ്ര സർക്കാരാണല്ലോ അവിടെ. അല്ലല്ല, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വാരിക്കോരി കൊടുത്തപ്പോൾ 10 പൈസ ക്യാപ്സൂൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇപ്പൊ വ്യക്തമായി. അത് തെറ്റാണ്. അത് കേന്ദ്ര സർക്കാരാണ് ഈ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ അവിടെ എന്തൊക്കെ വേണം, ആ ഗ്രൗണ്ട് ലെവലിൽ എന്തൊക്കെ വേണം, ആ പ്രവർത്തനം മൊത്തം ഏകോപിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ താങ്കളെ പോലുള്ളവർ പറഞ്ഞു പറ്റിക്കുന്നതല്ലേ? പറച്ചിലേ ഉള്ളൂ, അനുഭവത്ത് കൊടുത്തിട്ടില്ലല്ലോ. 10 പൈസ കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തു. തെറ്റാണ് അത്. നിങ്ങൾ കൊടുത്തു അങ്ങനെ പറയാൻ പാടില്ല. കൊടുത്തിട്ടില്ല, അതാണ് സത്യം. അതാണ്. ഓക്കെ, പാലക്കാട്ടെ വികസനം. പാലക്കാടിലെ വികസനം, അയ്യോ, പാലക്കാടിലെ വികസനം, ഇങ്ങനെ ഒരു നാറിയ വികസനം ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിലില്ല. അപ്പൊ അതിന് സംസ്ഥാന സർക്കാർ ഉത്തരവാദി അല്ല, കാരണം കേന്ദ്രം ഭരിക്കും. കേന്ദ്രം ഭരിക്കുന്നവർ സംസ്ഥാനം ഭരിച്ചാലും അതുപോലെ മുനിസിപ്പാലിറ്റി ഭരിച്ചാലും തേനും പാലും ഒഴുക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയും, നിങ്ങൾ റോഡ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ റോഡ് കണ്ടിട്ടുണ്ടോ? ടൗൺ ഹാൾ കണ്ടിട്ടുണ്ടോ? കാണണം, മനസ്സിലായോ? ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അവരാണ് ഇവിടുത്തെ കുറ്റക്കാരൻ. അവര് മാത്രമാണ്. പിന്നെ ഒരു കാര്യം അറിയോ, മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? ഓ, പോയിട്ടുണ്ട്. ഞാൻ ജോലിയിൽ ഇരുന്നവനാ, സർവീസ് റിട്ടയർഡ് ചെയ്തതാണ്. നല്ല ചികിത്സയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ് ഞാനേ. അല്ല, നല്ല ചികിത്സയാണ്. സൂപ്പർ. കിടത്തി ചികിത്സയുണ്ടോ? ഓ, ഇപ്പൊ തുടങ്ങി. ശസ്ത്രക്രിയ ഉണ്ടോ? ശസ്ത്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. പ്രസവമൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ? അത് അറിയില്ല. ഞാൻ പ്രസവിക്കാനൊന്നും പോയിട്ടില്ല. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇല്ലാത്തത് പണിയാവോ? അയ്യേ, ഒരു പണിയായി. അപ്പൊ വളരെ സംമിശ്രമായിട്ടുള്ള